അല്ല, പ്രധാനമന്ത്രിയുടെ ആരോപണങ്ങളിൽ ഏതാണ് പുതിയ ആരോപണം? അദ്ദേഹം കഴിഞ്ഞ 10 കൊല്ലം നടത്തിയ പാർലമെന്റ് പ്രസംഗങ്ങളുടെ ഒരു ആവർത്തനം എന്നതിലപ്പുറത്ത് വേറെ ഒന്നും അതിനകത്തുണ്ടായില്ല. ബേസിക്കലായിട്ട് അദ്ദേഹം കോൺഗ്രസിനെ കടന്നാക്രമിക്കാൻ ആ ചർച്ച ഉപയോഗിക്കുകയായിരുന്നു. അതും അതിനകത്ത് ഒരു പുതിയ കാര്യം ഒന്നുപോലും ഉണ്ടായിരുന്നില്ല. പഴയ കാര്യങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കല്ലാതെ കഴിഞ്ഞ 10 കൊല്ലക്കാലം ഭരണഘടനയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയ പ്രതിപക്ഷ ഭാഗത്ത് നിന്ന് ഉയർന്ന ചോദ്യങ്ങൾക്ക് ഒന്നിനു പോലും അദ്ദേഹം മറുപടി പറഞ്ഞില്ല. മണിപ്പൂർ എന്ന് പറയുന്നൊരു വാചകം പോലും അദ്ദേഹം ഉദ്ധരിച്ചില്ല. ഇന്ത്യയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനമായ മണിപ്പൂർ കഴിഞ്ഞ 19 മാസക്കാലമായിട്ട് ഏറ്റവും തകർന്നു കിടക്കുന്ന, അതുപോലെ പിന്നെ നമുക്ക് പറയാൻ പറ്റാത്ത രീതിയിൽ അത്രയും സങ്കടകരമായ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന സംസ്ഥാനത്തിന്റെ കാര്യം ചർച്ചയിൽ പങ്കെടുത്തവരെല്ലാം പറഞ്ഞു. പക്ഷേ പ്രധാനമന്ത്രി ഒരു വാക്ക് മണിപ്പൂർ എന്ന് പോലും പറഞ്ഞില്ല. മണിപ്പൂർ എന്ന പോലെ മദാനി ഇഷ്യൂ രാജ്യത്ത് ഏറ്റവും കത്തി നിൽക്കുന്ന ഒരു ഇഷ്യൂ ആണ്. ഏറ്റവും വലിയ അഴിമതി ആരോപണമാണ്. അതിനെക്കുറിച്ച് പ്രധാനമന്ത്രിയെ കുറിച്ചാണ് ആ ചോദ്യങ്ങൾ മുഴുവൻ വന്നത്. ഒരക്ഷരം വേണ്ടിയില്ല. അദ്ദേഹത്തിന്റെ മുഴുവൻ കാര്യം അടിയന്തരാവസ്ഥയെക്കുറിച്ചും ഇതൊക്കെ തന്നെ അദ്ദേഹം പല പ്രാവശ്യവും പറഞ്ഞതാണ്. അതല്ലാതെ അതിലൊത്തിരി പുതുമയുള്ള ഒരു കാര്യവും പ്രധാനമന്ത്രി പറഞ്ഞിട്ടില്ല. മറിച്ച് പ്രതിപക്ഷം ആ ചർച്ച ഇന്ന് രാജ്യത്ത് നടക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങളെയും ജനാധിപത്യ ധ്വംസനങ്ങളെയും ഭരണകൂട ഭീകരതയെയും ഉയർത്തിക്കാണിക്കാനുള്ള ഒരു അവസരമാക്കി മാറ്റുകയാണ് ചെയ്തത്. ഇല്ല, ഞങ്ങൾ പാർലമെന്റ് തടസ്സപ്പെടുത്തിയിട്ടില്ലല്ലോ. ഞങ്ങൾ ആകെ പറഞ്ഞത് സത്യത്തില് പിന്നെ അമേരിക്കൻ കോടതിയുടെ ഒരു ശക്തമായിട്ടുള്ള വിധി വന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലാണ് ഏറ്റവും വലിയൊരു കറപ്ഷൻ നടന്നതെന്ന് അമേരിക്കൻ കോടതി പറയുന്ന അവസരം ഉണ്ടായപ്പോൾ അത് പാർലമെന്റ് ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു. അത് ചർച്ച ചെയ്യാൻ അവർ തയ്യാറായില്ല. എന്നിട്ടും ഞങ്ങൾ സഹകരിച്ചു. പക്ഷേ ഈ പ്രാവശ്യത്തെ പിന്നെ സഭ നടക്കാതിരിക്കാൻ പ്രധാനപ്പെട്ട കാരണം ഭരണപക്ഷമായിരുന്നു. ഭരണപക്ഷത്തിന് സഭ നടത്താൻ ആഗ്രഹമില്ലായിരുന്നു. പിന്നെ അവസാനം പ്രതിപക്ഷം അങ്ങ് വഴങ്ങിക്കൊടുക്കുകയായിരുന്നു. എന്തിനും വേണ്ടി വഴങ്ങിക്കൊടുക്കുകയായിരുന്നു. അതുകൊണ്ട് സഭ നടത്തണമെന്നുള്ള ഒറ്റ താല്പര്യം അനുസരിച്ചു. അതുകൊണ്ട് ഞങ്ങൾ സഭ തകർക്കാനില്ല. രണ്ടാമത്തത് കേട്ടപ്പോഴാണ് എനിക്കത് ആശ്വാസമായത്. അവിടെ മാത്രമേ നടക്കുന്നുള്ളൂ ചർച്ച, വേറെ എവിടെയും നടക്കുന്നില്ല. കോൺഗ്രസിൽ അങ്ങനെ ഒരു ചർച്ചകളും ഇപ്പോൾ തുടങ്ങിയിട്ടില്ല. അത് പ്രായോഗികമേ അല്ല. ഇന്ത്യ പോലൊരു രാജ്യത്ത് ഓരോ സംസ്ഥാനങ്ങൾക്കും 5 വർഷത്തെ കാലാവധിയുള്ള തെരഞ്ഞെടുപ്പ് നടത്തുന്ന ഒരു രാജ്യത്ത് ഇത് 1 നേഷൻ 1 ഇലക്ഷന് വേണ്ടിയിട്ടല്ല, 1 നേഷൻ നോ ഇലക്ഷന് വേണ്ടിയിട്ടാണ് വരാൻ വേണ്ടി പോകുന്നത്. 1 നേഷൻ നോ ഇലക്ഷൻ, ഇതാണ് അജണ്ട. അതിനു വേണ്ടിയിട്ടാണ് 1 നേഷൻ 1 ഇലക്ഷൻ എന്നൊക്കെ പറയുന്നത്. അല്ലാതെ ഇന്ത്യ പോലുള്ള ഈ രാജ്യത്ത് ഇത്രയേറെ കോംപ്ലക്സിറ്റി ഉള്ള ഈ രാജ്യത്ത് എങ്ങനെയാണ് അത് പ്രായോഗികമാവുക? അത് പ്രായോഗികമാവില്ല. അത് പാർലമെന്റ് അംഗീകരിക്കുകയുമില്ല. തീർച്ചയായിട്ടും ഞങ്ങൾ അതിനെ എതിർക്കും. അതിന് പ്രായോഗിക അവസ്ഥയിലെ പ്രായോഗികമായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. ഞങ്ങളെ മാത്രമല്ല, മിക്കവാറും രാഷ്ട്രീയ പാർട്ടികളും ഗവൺമെന്റിനോടൊപ്പം നിൽക്കുന്നവരെ അനുഭവിക്കുമെന്നുള്ളത് കണ്ടറിയാം. കോൺഗ്രസിനകത്ത് കൂടിയാലോചനകളിലൂടെയാണ് തീരുമാനങ്ങളെല്ലാം എടുക്കാറുള്ളത്. മിക്കവാറും പ്രധാനപ്പെട്ട വിഷയങ്ങളിലെല്ലാം കൂടിയാലോചനകളിലാണ് തീരുമാനമെടുക്കുന്നത്. അതിനകത്ത് എവിടെയെങ്കിലും കൂടിയാലോചന കുറവുണ്ടെങ്കിൽ അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് തീർക്കാനുള്ള ഒരു സിസ്റ്റം ഇന്ന് കേരളത്തിലെ കോൺഗ്രസിനുണ്ട്. അത് ചെയ്യുകയും ചെയ്യും. പിന്നെ ആരായാലും പരസ്യവേദിയിലേക്ക് പോയി കോൺഗ്രസിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ പുറത്തു പറയുന്നത് പാർട്ടിക്ക് ഗുണപരമായ കാര്യമല്ല. അത് അനുവദിക്കാനും പ്രയാസമുണ്ട്. അത് എല്ലാവരും അതിൽ നിന്ന് പിന്തിരിയണമെന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. കോൺഗ്രസ് നേതാക്കന്മാർ അത് ചെറുതായാലും വലുതായാലും ആരായാലും കോൺഗ്രസിന്റെ അകത്തെ ആഭ്യന്തര കാര്യങ്ങൾ പുറത്തേക്ക് കൊണ്ടുവന്ന് ചർച്ച ചെയ്യേണ്ട ഒരു സാഹചര്യം അല്ല. കോൺഗ്രസ് പ്രവർത്തകരെല്ലാം ഈ സർക്കാരിൽ നിന്നും ഒരു മോചനമുണ്ടാക്കി കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഐക്യജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അധികാരത്തിൽ വരാനും ഭൂരിപക്ഷം പഞ്ചായത്ത്, മുനിസിപ്പൽ കോർപ്പറേഷൻ ഭരണസമിതികൾ തിരിച്ചുപിടിക്കാനും വേണ്ടിയിട്ടുള്ള വലിയ ആഗ്രഹത്തോടുകൂടി ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അതിന്റെ ഫലമാണ് പാലക്കാടും വയനാടും ചേലക്കരയിലും ഒക്കെ ഉണ്ടായിട്ടുള്ള റിസൾട്ട്. അപ്പൊ അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ നേതാക്കന്മാരെല്ലാവരും, ഞാനടക്കമുള്ളവര് നേതാക്കന്മാരെല്ലാവരും
പാർട്ടിക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം പറയാൻ സ്വാതന്ത്ര്യമുണ്ട്. അത് പാർട്ടി വേദികളിലും ഫോറത്തിലും പറഞ്ഞ് പുറത്ത് ഇത്തരം കാര്യങ്ങൾ പറയാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്നാണ് എനിക്ക് വിനയപൂർവ്വം എല്ലാവരോടും അഭ്യർത്ഥിക്കാറ്. ആ പിന്നെ അത് നോട്ടീസ് കൊടുത്തു കഴിഞ്ഞു രാജ്യസഭയിൽ. കാരണം അതാ ഞാൻ പറഞ്ഞത്, ജുഡീഷ്യറി എന്ന് പറയുന്നത് ഒരു ജഡ്ജി തന്നെ പോയി പരസ്യമായിട്ട് സംഘപരിവാറിന്റെ വേദിയിൽ പോയി പ്രസംഗിക്കുകയാണ്. ജഡ്ജി മറ്റൊരു ജഡ്ജി പാർലമെന്റിൽ മത്സരിച്ചു, നിങ്ങൾ കണ്ടു, MP ആയി. ഇപ്പോ അതേ ബംഗാളിലെ ജഡ്ജിയായിരുന്നു, ജഡ്ജി സ്ഥാനം രാജിവെച്ച് നേരെ പാർലമെന്റിലേക്ക് മത്സരിക്കുക ചെയ്യുന്നു. ജുഡീഷ്യറി പോലും സ്വതന്ത്രമക്കാലാക്കുന്ന എല്ലാ സംവിധാനവും ഉണ്ടായ തെളിവാണത്. അത് ഇംപീച്ച്മെന്റ് പ്രമേയം നമ്മൾ മൂവ് ചെയ്യും. അല്ല, പാർട്ടിക്ക് ഇപ്പോൾ നേതൃത്വമുണ്ട്. അത് നേതൃത്വമായിട്ട് അവർ മുന്നോട്ട് പോകുന്നുണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പാർട്ടി നേതൃത്വത്തിന്റെ മാറ്റവും കാര്യങ്ങളും ഒക്കെ തീരുമാനിക്കുന്നത് ഹൈക്കമാൻഡാണ്. അത് ആ സന്ദർഭത്തിൽ ഏതെങ്കിലും സന്ദർഭത്തിൽ ആവശ്യമായി വന്നാൽ ഹൈക്കമാൻഡിന്റെ മുമ്പിലുണ്ടാവുന്ന ഒരു തീരുമാനം മാത്രമാണ്. അല്ലാതെ ഇപ്പോൾ നമ്മുടെ മുമ്പിൽ അതില്ല. അത് മറ്റൊരു പ്രശ്നം. അതൊരു ആ കാര്യത്തെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. എന്റെ പോയിന്റ് അത്രേ ഉള്ളൂ. ഞാൻ ചർച്ച നടത്തി, എന്റെ വീട്ടിൽ വന്ന് ചർച്ച നടത്തി എന്ന് പറയുമ്പോൾ അതെങ്ങനെ ഒരു മാധ്യമം എങ്ങനെ അങ്ങനെ റിപ്പോർട്ട് ചെയ്യും? അതിന്റെ ആ മെറിറ്റിലേക്ക് ചർച്ച ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഒരു അവസരം വന്നാലല്ലേ അതിനെ കുറിച്ച് ചർച്ച ചെയ്യണ്ടു. ആര്? അല്ല, അത്തരം കാര്യങ്ങൾ സംസ്ഥാന തലത്തിലുള്ള നേതാക്കന്മാർ ചർച്ച ചെയ്തെടുക്കുന്ന ഈ തീരുമാനവും അവർ നിർദ്ദേശിക്കുന്ന തീരുമാനങ്ങൾക്കും ഹൈക്കമാൻഡിന് ഒരു വിരോധമില്ല. അതൊക്കെ ആ ചർച്ച ചെയ്യുന്ന അവസരത്തിൽ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ തീരുമാനമെടുക്കും. അതല്ല എന്റെ പോയിന്റ്. അതല്ല, വീണ്ടും നിങ്ങളെന്താ അത് ആ പോയിന്റിൽ പിടിക്കാത്തത്? സാങ്കല്പിക ചോദ്യത്തിന് എങ്ങനെ ഞാൻ മറുപടി പറയും? അങ്ങനെ ഇപ്പോൾ ഒരു സാങ്കല്പിക ചോദ്യത്തിന് മറുപടി പറയാൻ പറ്റുമോ? അത് വരട്ടെ, അത്തരം കാര്യങ്ങൾ വരട്ടെ. അപ്പൊ പാർട്ടി ആലോചിച്ച് തീരുമാനം എടുക്കും എന്ന് നിതിനോട് പറഞ്ഞോ? പറഞ്ഞോ? സാങ്കല്പിക ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ട ആളല്ലല്ലോ നമ്മളൊക്കെ. അത്തരം കാര്യങ്ങൾ വന്നാൽ പാർട്ടി നേതൃത്വം ആലോചിച്ച് തീരുമാനം എടുക്കും. അത് സംശയമില്ല. പിന്നെ ഞാൻ വീണ്ടും 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 ഞാൻ പറഞ്ഞല്ലോ ഇത്. അല്ല, അതിപ്പോ കേരളത്തിലെ നേതാക്കന്മാരുടെ മനസ്സിൽ എന്താ ഇരിക്കുന്നത് എനിക്കറിയില്ല. ഞാൻ നേരിട്ട് ചർച്ച നടത്തേണ്ട കാര്യമല്ലല്ലോ അതൊന്നും. ഇവിടുത്തെ അല്ലേ. അവരുടെ മനസ്സിൽ എന്താണ് ഇരിക്കുന്നത് അവരോട് സംസാരിച്ചു നോക്കിയിട്ട് ഞാൻ പറയാം.